പ്രസന്ന എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, മോളെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കും എന്ന ചിന്ത വരുന്നത് എന്തുകൊണ്ടാണ്? നല്ലത് വരാൻ, നല്ല ചിന്തകൾ വരാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. മക്കൾക്ക് എന്ത് വരാനാണ്? മക്കൾക്ക് ഒന്നും വരില്ല. ഗുരുവായൂരപ്പൻ കൂടെ തന്നെയുള്ള ആളുകൾക്ക് അങ്ങനെ വലിയ ദുഃഖങ്ങളൊന്നും അദ്ദേഹം വരുത്തില്ല കേട്ടോ. താങ്ങാവുന്നത് മാത്രമേ നമുക്ക് ഗുരുവായൂരപ്പൻ തരുള്ളൂ. അപ്പോൾ ഭഗവാനെ വിളിക്കുന്ന കുറേ ഭക്തരുടെ മക്കള് നഷ്ടപ്പെട്ടു പോയവരില്ലേ എന്നൊരു ചോദ്യം എന്നോട് തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ, അവരിപ്പോഴും ഗുരുവായൂരപ്പനെ വിളിക്കണ്ടല്ലോ, അവരിപ്പോഴും സാധാരണ നോർമൽ ലൈഫിൽ നടക്കുന്നുണ്ടല്ലോ. കാരണം എന്താ? അവരുടെ ആ ദുഃഖങ്ങളിൽ നിന്നും കൂടെ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും പേടിക്കാതിരിക്കാനായിട്ട് നാരായണ കവചം ചൊല്ലുന്നത് വളരെ നല്ലതാട്ടോ. ഭാഗവതത്തിന്റെ ഒരു ഭാഗമാണ് നാരായണ കവചം എന്ന് പറയുന്നത്. 6-ാമത്തെ സ്കന്ധത്തിലെ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ, ഒരു അധ്യായമാണ് ഈ നാരായണ കവചം എന്ന് പറയുന്നത്. 43 ശ്ലോകങ്ങൾ അടങ്ങുന്ന നാരായണ കവച മന്ത്രം അതിൻ്റെ പുസ്തകം മാത്രമായിട്ടും നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയും ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ ഈ ഒരു മന്ത്രം ജപിച്ച് നമസ്കരിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. മനസ്സിൻ്റെ പേടി ഇല്ലാതാക്കാനും നല്ല ചിന്തകൾ വരാനും ഒക്കെ ഏറ്റവും ഉത്തമമാണ്. നല്ല ചിന്തകൾ വരാൻ മറ്റൊരു കാര്യവും കൂടെ ചെയ്യാവുന്നതാണ്. അത് വേറൊന്നുമല്ല, കൃഷ്ണകഥകൾ കൂടുതലായിട്ടും കേൾക്കാൻ ശ്രമിക്കൂ, അല്ലെങ്കിൽ മനസ്സിൽ ആലോചിക്കാനെങ്കിലും ശ്രമിക്കൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ കഥകളോ അല്ലെങ്കിൽ ഭഗവാന്റെ വർണ്ണനയോ ഒക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും പറയുന്നത് കേൾക്കാൻ ശ്രമിക്കൂ കേട്ടോ. യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിച്ചോളൂ.